വഖഫ് വിഷയത്തിൽ CPIM വേദിയിൽ സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം നടത്തിയ പരാമർശങ്ങൾ മുസ്ലിം ലീഗിൽ ചർച്ചയാവുകയാണ്. ഉമർ ഫൈസിയുടേത് വഖഫ് മെമ്പർ സ്ഥാനം നിലനിർത്താനുള്ള വ്യഗ്രതയാണെന്നാണ് ലീഗിന്റെ വിമർശനം. ഉമർ ഫൈസി നുണ പറയുകയാണെന്ന ആരോപണവുമായി KP നൌഷാദ് അലി MLA രംഗത്തെത്തുകയും ചെയ്തു. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വഖഫ് സെമിനാറിലാണ് പിണറായി വിജയനെ പുകഴ്ത്തിയും ലീഗിനെ വിമർശിച്ചും ഉമർ ഫൈസി മുക്കം പ്രസംഗിച്ചത്. സ്വയം സഖാവ് എന്ന് വിശേഷിപ്പിച്ച ഉമർ ഫൈസിയുടെ പ്രസംഗം ലീഗിനെ ചൊടിപ്പിച്ചു. എന്നാൽ ഉമർ ഫൈസിക്ക് മറുപടി പറയേണ്ടതില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. ഉമർ ഫൈസിയുടേത് രാഷ്ട്രീയ പ്രസംഗം, അത് സമസ്തയുടെ അഭിപ്രായമായി കാണേണ്ടതില്ല. അതറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു. ഉമർ ഫൈസിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന KP നൌഷാദ് അലി MLA ആണ് ഉമർ ഫൈസിയെ നേരിടാനിറങ്ങിയത്. ഉമർ ഫൈസിയുടെ പ്രസ്താവനയിൽ സമസ്തയിലെ ലീഗ് അനുകൂല ചേരിയും കടുത്ത അമർഷത്തിലാണ്. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. ജോഷികുര്യൻ, വഖഫിൽ നേരത്തെ പറഞ്ഞതല്ലോ ഇപ്പോൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ സഖാവ് എന്നുള്ളൊരു വാക്ക് കൂടി കൂട്ടിച്ചേർത്താണ് ഈ വിവാദം ഇപ്പോൾ കത്തിച്ചിരിക്കുന്നത്. അല്ല, ഉമർ ഫൈസി മുക്കത്തിന്റെ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് ഏറെക്കാലങ്ങളായി CPM അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന നിലപാടാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സാധാരണഗതിയിൽ ഈ വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരു CPM, ലീഗ്, സമസ്ത എന്ന നിലയിലാണ് പലപ്പോഴും ഇക്കാര്യത്തിൽ വിമർശനങ്ങൾ വരാറുള്ളത്. പലപ്പോഴും കോൺഗ്രസ് ഇതിൽ പ്രത്യക്ഷമായി ഇടപെടുന്നത് നാം കണ്ടിട്ടില്ല. ഇത്തരം വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് നാം കണ്ടില്ല. പക്ഷേ നൌഷാദയുടെ പ്രതികരണത്തോടുകൂടി അക്കാര്യത്തിൽ കോൺഗ്രസ് കൂടി ശക്തമായി രംഗത്തെത്തുകയാണ്. കോൺഗ്രസ് എന്നാൽ ആരാണ്? VD സതീശൻ വിഭാഗത്തിലെ പ്രധാനിയായ മലപ്പുറത്തെ പ്രധാനിയായ നൌഷാദ് രംഗത്തെത്തുകയാണ്. അതിനർത്ഥം ലീഗിനെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന VD സതീശൻ വിഭാഗം മലപ്പുറം കോൺഗ്രസിൽ രംഗത്തെത്തുന്നു എന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. SP ജയകുമാർ, നോക്കൂ, CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ KS ഹംസയും താനുമുള്ള വഖഫ് ബോർഡ് സർക്കാരിന് പ്രശ്നമാണ്. ആ ഒരു കുറ്റപ്പെടുത്തൽ അത് പെട്ടെന്ന് വന്ന ഒരു കുറ്റപ്പെടുത്തലാണോ? അല്ല, ഇത് സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ്. അതാണ് ഇത്ര പ്രകടമായി സഖാവെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഉമർ ഫൈസി മുഖം വേദിയിൽ സംസാരിച്ചത്. അതിൻ്റെ തന്നെ സൂചനയാണ്. അതിനപ്പുറത്തേക്ക് നമുക്കതിൽ കൂടുതൽ വായനകൾ വേണ്ട. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് ലീഗിന് വേണ്ടിയാണ് നൌഷാദ് അലി MLA സംസാരിച്ചത്. ഒരു പക്ഷേ ഉമർ ഫൈസിയെ നേരിടാൻ അല്ലെങ്കിൽ എതിരിടാൻ ചില പ്രശ്നങ്ങൾ ലീഗിനുള്ളത് കൊണ്ട് ലീഗിന് വേണ്ടി നൌഷാദ് അലി രംഗത്തിറങ്ങുകയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത് ലീഗിന് വേണ്ടിയുള്ള കോൺഗ്രസിൽ VD സതീശന്റെ നീക്കം കൂടിയായി നമുക്ക് വിലയിരുത്താൻ കഴിയും. ഇതിൽ ലീഗിന്റെ പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് നോക്കൂ. കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല. ഇത് വ്യക്തമാക്കിക്കൊണ്ട് ഉമർ ഫൈസി മുക്കം മുമ്പ് രേഖകളിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് ലീഗ് പറയുന്നത്. അങ്ങനെ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് സഖാവ് എന്ന് പറയുന്നതിന് പകരം ഉമർ ഫൈസി മുക്കം നല്ല കൃത്യമായിട്ട് വെടിപ്പായിട്ട് പറയേണ്ടത്. അപ്പോൾ എതിർപ്പില്ലെന്ന് പറഞ്ഞ് ഒപ്പിട്ടയാൾ ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്നു, നിയമപരമായ മാറ്റങ്ങളോട് അനുകൂല നിലപാടെടുക്കുന്നു. എന്നിട്ട് ഇപ്പോൾ വന്ന് ലീഗിനെയും UDFനെയും കുറ്റം പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ DNA ചോദിക്കാത്ത ചോദ്യം എന്താണ് ഇക്കാര്യത്തിൽ? വഖഫിലെ ഈ തർക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിലേക്ക് നമ്മൾ വന്നാൽ KP നൌഷാദ് അലി MLA പറയുന്ന ഉമർ ഫൈസി ഒപ്പിട്ട് നൽകിയ മിനിറ്റ്സ് അല്ലെങ്കിൽ ഔദ്യോഗിക രേഖ എന്നാണ് ഒപ്പുവെച്ചത്. വഖഫ് ബോർഡിന്റെ ഔദ്യോഗിക യോഗങ്ങളിലും തീരുമാനങ്ങളിലും അമുസ്ലിം അംഗങ്ങളുടെ പങ്കാളിത്തത്തെ എതിർക്കാത്ത ഉമർ ഫൈസി പുറത്തു വന്ന് രാഷ്ട്രീയ നേട്ടത്തിനായി ലീഗിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യം ലീഗ് അണികൾ ഉന്നയിക്കുന്നു. Big TV, without fear or favor.